നിങ്ങൾ മദ്യപിക്കുന്ന ആളാണോ എങ്കിൽ നല്ല രീതിയിൽ ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടാവും അല്ലേ? ഒരു ഫ്രണ്ട്സ് വലയം തന്നെ നിങ്ങൾക്കുണ്ടാവും. അതാണ് നിങ്ങളുടെ ശക്തി എന്ന് നിങ്ങൾ വിശ്വസിക്കും. ഈ ഫ്രണ്ട്സ് അങ്ങേയറ്റം വരെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ താങ്ങായിട്ടുണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കും. ശരിയല്ലേ? ഫ്രണ്ട്സാണ് എൻ്റെ എല്ലാം. വൈകിട്ട് ജോലിയും കഴിഞ്ഞ് വന്നിട്ട് ഒരു കുപ്പിയും വാങ്ങിച്ച് ഫ്രണ്ട്സുമായിട്ട് ഷെയർ ഇടാതെയോ ഒക്കെ വാങ്ങിച്ച് ഇരുന്ന് കുടിച്ച് രാത്രിയാകുമ്പോൾ വീട്ടിൽ വന്ന് കയറി ബഹളം ഉണ്ടാക്കുക, വഴക്കുണ്ടാക്കുക, താമസിച്ച് വരുന്നതിന് വഴക്കുണ്ടാക്കുന്ന അച്ഛനും അമ്മയും, താമസിച്ച് വന്നതിന് അല്ലെങ്കിൽ കള്ളു കുടിച്ച് വന്നതിന് പരാതി പറയുന്ന ഭാര്യ, തമ്മിൽ വഴക്കാകുന്നു, ഇത് കണ്ട് കരയുന്ന മക്കൾ, അങ്ങനെ കുടുംബം മൊത്തം നശിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു ലഹരി ആണ് മദ്യം എന്ന് പറയുന്നത്. വേറെയും പല ലഹരികളുണ്ട്, എങ്കിലും മദ്യം കോമൺ ആയിട്ട് പറയുമ്പോൾ. അപ്പം നിങ്ങളുടെ വിചാരം, ഈ കുടിയന്മാരുടെ വിചാരം ഫ്രണ്ട്സ് എല്ലാം എല്ലായ്പ്പോഴും എനിക്ക് താങ്ങായിട്ടുണ്ടാകുമെന്നാണ്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ നിങ്ങൾ ഒരു മാസം പോട്ടെ, ഒരാഴ്ച നിങ്ങളൊന്ന് കുടി നിർത്തി നോക്കൂ. ഞാൻ ഇനി കുടിക്കില്ല എന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞു നോക്കൂ. അപ്പോൾ ഈ നമ്മളുടെ ചങ്ക് എന്ന് പറയുന്ന, എൻ്റെ ശക്തി എന്ന് പറയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്നും പിന്നെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. നമുക്കൊരു ആക്സിഡൻറ്റ് വരട്ടെ, നമുക്കൊരു ആപത്ത് വരട്ടെ, ഇവർ അറ്റ്ലീസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കും എന്നുള്ള സത്യമായിരിക്കും. അത് ശരിയാണ്, ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിക്കും എന്നുള്ളത് കറക്റ്റാണ്. പക്ഷേ പിന്നീട് അങ്ങോട്ടുണ്ടാകുന്ന നിങ്ങളുടെ ദയനീയ അവസ്ഥ കാണാനും അതിനെ പരിചരിക്കാനും അതിനുവേണ്ടി കാശ് മുടക്കാനും നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയും മക്കളും ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരി. അറ്റ്ലീസ്റ്റ് ഈ ഫ്രണ്ട്സ് ആരും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഫ്രണ്ട്സുമായിട്ടുള്ള കിടന്നുള്ള കുടി ഒഴിവാക്കിയിട്ട് ഫാമിലിയെ ലഹരിയായിട്ട് കാണുക, സ്നേഹത്തെ ലഹരിയായിട്ട് കാണുക, മക്കളെ ലഹരിയായിട്ട് കാണുക, ഭാര്യയെ ലഹരിയായിട്ട് കാണുക. പണം സമ്പാദിക്കുന്നതിൽ ലഹരി കണ്ടെത്താം. വെച്ചടി ഉയർച്ച ഓരോ കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ അതും ഒരു ലഹരിയാക്കിയിട്ട് ജീവിതത്തെ മാറ്റുക. ഈ കുടിയും കൂട്ടുകാരെയും ഒഴിവാക്കിയാൽ തന്നെ നിങ്ങളുടെ ജീവിതം സക്സസ് ആകും. ഇത് കുറേ ആൾക്കാർക്കൊന്നും പിടിക്കില്ല, എങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 1 month നിങ്ങളൊന്ന് കുടിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് നോക്കൂ. ഫ്രണ്ട്സ് എല്ലാം നിങ്ങളെ വിട്ടുപിരിയും, ഉറപ്പ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ. ഓക്കെ, ബൈ.